ഹലോ എവരിവൺ, എല്ലാവർക്കും എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ഓണപരീക്ഷയ്ക്കായുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ തന്നെ അപ്ഡേറ്റുകളും നോട്ടുകളും മറ്റും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്നതാണ്. ഇവിടെ കാട് എന്നൊരു കവിതയാണ് നൽകിയിട്ടുള്ളത്. ഈ കവിത വായിച്ച് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നതാണ് ഒന്നാമത്തെ പ്രവർത്തനം. അപ്പോൾ നമുക്ക് നേരെ കവിത വായിക്കാം. കവിതയുടെ പേര് കാട്. കാട്ടിലുണ്ട് പാട്ടു തേടും കാട്ടുപൂവിൻ മാനസം, പൂവിലുണ്ട് മൂളിയെത്തും വണ്ടു തേടും തേൻകണം, കാട്ടുവള്ളികൾ നൃത്തമാടും കാറ്റിലുണ്ട് പൂമണം, കുഞ്ഞുമൈന പാട്ടിലല്ലോ മുളകളാടും ഈണം, മാനം തേടും മാമലകൾ മഴ നനഞ്ഞ് ആടും ആനനരികൾ കൂട്ടമായി തേടിയെത്തും അരുവി. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കവിത. കവിയുടെ പേര് AV രഘു എന്നാണ്. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ഒന്നാമതായുള്ള ചോദ്യം, തേൻകണം തേടിയെത്തുന്നതാര്? ഇവിടെ കവിതകളിലെ വരികളിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, തേൻകണം തേടിയെത്തുന്നതാര് എന്നാണ്. ഉത്തരം വണ്ട്. നിങ്ങളും വീഡിയോയുടെ ഒപ്പം തന്നെ ഉത്തരങ്ങൾ പറഞ്ഞു പോകാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് പരീക്ഷ എഴുതുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അടുത്തതായി രണ്ടാമത്തെ ചോദ്യം, കാട്ടുപൂവിൻ്റെ മാനസം അന്വേഷിക്കുന്നതാര്? ഉത്തരം പാട്ടിന്. അടുത്ത ചോദ്യം, ആരുടെ പാട്ടിലാണ് മുളകളാടുന്ന ഈണമുള്ളത്? ഉത്തരം കുഞ്ഞുമൈനയുടെ. അടുത്ത ചോദ്യം, മാമലകൾ മഴ നനഞ്ഞാടും എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത് എന്ത്? ഇവിടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ശരിയായ ഉത്തരം മഴയത്ത് മാമലയിലെ മരങ്ങൾ ആടുന്നതിന്. ഇതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ഇതും കവിതയുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. 5ാമത്തെ ചോദ്യം, ആനനരികൾ കൂട്ടമായി തേടിയെത്തുന്നത് എന്തിനെ? ഉത്തരം അരുവിയെ. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നിന്നും ചോദിക്കാറുള്ളത്. അതിനാൽ നിങ്ങൾക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ 5 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതായി പ്രവർത്തനം 2 സംഭാഷണമാണ്. ഇവിടെ 2 പാർട്ട്, A പാർട്ടും അതോടൊപ്പം തന്നെ B പാർട്ടുമാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടതായിട്ടുള്ളത്. നമുക്ക് ചോദ്യം വായിക്കാം. തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ, തുള്ളിക്കൊരു കുടമെന്ന മഴ, കൊള്ളാം ഈ മഴ കൊള്ളരുതി മഴ, കൊള്ളാം കൊള്ളാം പെയ്യട്ടെ. ഇവിടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ് നൽകിയിട്ടുള്ളത്. മഴയെക്കുറിച്ച് കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിത വായിച്ചില്ലേ? പെയ്തിറങ്ങുന്ന മഴയോട് നിങ്ങൾ എന്തൊക്കെ ചോദിക്കും? നിങ്ങളും മഴയും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക എന്നതാണ്. ഇവിടെ സംഭാഷണത്തിൻ്റെ ആദ്യ വരികൾ നൽകിയിട്ടുണ്ട്. ആദ്യമായി ഞാൻ, ഹായ് മഴേ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. മഴ, ഒന്ന് പെയ്യാൻ ഞാനും. ഇങ്ങനെയാണ് ഈ സംഭാഷണം തുടങ്ങുന്നത്. അടുത്തതായി നമുക്ക് മഴയോട് എന്തൊക്കെ ചോദിക്കാമെന്നതാണ് നമ്മൾ എഴുതേണ്ടതായിട്ടുള്ളത്. ഇവിടെ ഞാൻ എന്നെഴുതിയ ഭാഗത്ത് നമുക്ക് മഴയോട് ചോദിക്കേണ്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ മഴ എന്നെഴുതിയ സ്ഥലത്ത് മഴയ്ക്ക് അതിന് ഉത്തരമായി നമ്മോട് പറയാൻ ഉള്ള കാര്യങ്ങളുമാണ് എഴുതേണ്ടത്. ഇങ്ങനെ ഏതാണ്ട് 6 വരിയോളം എഴുതിയാൽ നമുക്ക് നല്ലൊരു സംഭാഷണം തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഇതിൻ്റെ B പാർട്ട് നോക്കാവുന്നതാണ്. മഴക്കാഴ്ച തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ മഴയത്തുണ്ടാകുന്ന കാഴ്ച എന്താണെന്നാണ് ചോദ്യം. ഇവിടെ 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. പാടത്ത് സ്വർണ്ണവെയിൽ പരക്കുന്നു, ആകാശത്ത് വെൺമേഘങ്ങൾ ഒഴുകുന്നു, മുറ്റത്ത് കുഞ്ഞരുവികൾ രൂപം കൊള്ളുന്നു. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മഴയുമായി ബന്ധപ്പെട്ടത് ഏതെന്നാണ്. വളരെ സിമ്പിളായ ചോദ്യമാണ്. ഉത്തരം മുറ്റത്ത് കുഞ്ഞരുവികൾ രൂപം കൊള്ളുന്നു. മഴക്കാലത്താണ് കുഞ്ഞരുവികൾ രൂപം കൊള്ളുന്നതെന്ന് നമുക്കറിയാം. വളരെ ശരിയായ ഉത്തരമാണ്. 1 മാർക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്ത ചോദ്യം പ്രവർത്തനം 3 ആസ്വാദനക്കുറിപ്പാണ്. ഇവിടെ എത്ര കിളിയുടെ പാട്ടറിയാം എന്ന P മധുസൂദനൻ്റെ വരികളാണ് നൽകിയിട്ടുള്ളത്.
ഈ കവിതാഭാഗം വായിച്ച് ആശയം മനസ്സിലാക്കി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കവിതയുടെ പേര് ഹെഡിങ് ആയി നൽകേണ്ടതുണ്ട്. ശേഷം കവി പരിചയം, ഇവിടെ പി മധുസൂദനനാണ് കവി. ശേഷം നമുക്ക് ഇത് വായിച്ച് മനസ്സിലാക്കിയുള്ള അർത്ഥങ്ങളും അതിൻ്റെ ആശയങ്ങളും ഒക്കെ ചേർത്ത് എഴുതാവുന്നതാണ്. എന്നിട്ട് ഏറ്റവും അവസാനം നമുക്ക് ഈ കവിതയെ പറ്റിയുള്ള അഭിപ്രായം കൂടി ചേർത്താണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇവിടെ നൽകിയിട്ടുള്ള കവിതയുടെ ആശയവും അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട വരികളും കൂടി ചേർത്ത് നമുക്ക് അവസാനത്തെ പാരഗ്രാഫ് തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ മികച്ച ഒരു ആസ്വാദനക്കുറിപ്പ് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. നിങ്ങൾ ഇതിൻ്റെ എല്ലാം ഉത്തരം പേപ്പറിൽ എഴുതാൻ കൂടി ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ പരീക്ഷയുടെ പ്രകടനത്തെ നന്നായി സ്വാധീനിക്കുന്നതായിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 4 കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ്. ചോദ്യം നോക്കാം. പാഠഭാഗത്ത് നിങ്ങൾ ധാരാളം കടങ്കഥകൾ പരിചയപ്പെട്ടു. കടങ്കഥകളുടെ ഭാഷയും ഒളിഞ്ഞിരിക്കുന്ന ആശയത്തിൻ്റെ ഭംഗിയുമൊക്കെ തിരിച്ചറിയുകയും ചെയ്തു. നിങ്ങൾക്ക് പരിചിതമായ 2 കടങ്കഥകൾ നോക്കൂ. ഒന്നാമതായി, അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. ഇതിൻ്റെ ഉത്തരം കൺപീലിയാണ്. അടുത്തതായി രണ്ടാമത്തെ കടങ്കഥ നോക്കാം. 1000 തിരിയിട്ടു കത്തിച്ച പൊൻവിളക്ക് അന്തിയായപ്പോൾ അണഞ്ഞുപോയി. ഉത്തരം സൂര്യനാണ്. ഇനി നമ്മുടെ ചോദ്യം നോക്കാം. ഈ കടങ്കഥകൾക്ക് ഇങ്ങനെ ഉത്തരം ലഭിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഒരെണ്ണം വിശദീകരിച്ച് കുറിപ്പ് എഴുതുക എന്നതാണ് ചോദ്യം. ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് ഇതിന് കൺപീലിയാണെന്ന ഉത്തരത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ സൂര്യനാണെന്ന ഉത്തരം എങ്ങനെയാണ് ലഭിച്ചത് എന്നതിനെ പറ്റിയാണ് നമ്മളിവിടെ എഴുതേണ്ടതായിട്ടുള്ളത്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇവിടെ രണ്ടാമതായി, അതായത് സൂര്യൻ ഉത്തരം വരുന്ന കടങ്കഥയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള കാരണം എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. 1000 തിരിയിട്ട് കത്തിച്ച പൊൻവിളക്ക്. നമുക്ക് അറിയാം, സൂര്യന് അത്യാവശ്യം നല്ല പ്രകാശമാണ് വരുന്നത്. കാരണം പകൽ സമയത്ത് നമ്മൾ സൂര്യൻ്റെ വെളിച്ചം മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്തിയായപ്പോൾ അത് അണഞ്ഞുപോയി. അതായത് സൂര്യൻ വൈകുന്നേരമാകുമ്പോഴേക്കും അസ്തമിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് സൂര്യൻ ആണ് ഇതിൻ്റെ ഉത്തരമെന്ന്. അത് നമ്മളിലേക്ക് എത്താനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം. നിങ്ങൾ ഏതാണ്ട് ഒരു 7 വരി അതിനെപ്പറ്റി എഴുതിയാൽ മതിയാകും. അപ്പോൾ തന്നെ നമുക്ക് 5 മാർക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 5 ജീവചരിത്രക്കുറിപ്പ്. ഇവിടെ ബഷീറുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ചോദ്യം നോക്കാം. ചിത്രം വിശകലനം ചെയ്ത് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. അധിക വിവരങ്ങൾ ഉൾപ്പെടുത്തുമല്ലോ. ഇവിടെ ബഷീറിൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമുക്ക് വളരെ ആകർഷകമായി എഴുതാനുള്ള ഒരു രീതിയാണ്. ആദ്യമായി തന്നെ ഒരു ബോക്സ് വരക്കുക. ശേഷം നമുക്ക് ആരുടേതാണോ എഴുതാൻ പറഞ്ഞത്, അതായത് ജീവചരിത്രക്കുറിപ്പ് ആരുടേതാണോ നമ്മൾ എഴുതുന്നത്, അവരുടെ പേര് ഹെഡിങ്ങായി നൽകുക. ശേഷം അവരുടെ ജനനം, കൂടാതെ അവരുടെ പ്രധാന ബുക്കുകൾ, കൂടാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ ചേർത്താണ് നമ്മൾ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഏറ്റവും അവസാനമാണ് മരണം എഴുതേണ്ടത്. വളരെ കൃത്യമായ ഓർഡറിൽ നല്ല വൃത്തിയിൽ എഴുതിയാൽ നമുക്ക് 5 മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്തതായി ബി ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ടത് ഏത് എന്നാണ്. പൊതിച്ചോറ്, ആകാശമിഠായി, റിക്ഷക്കാരൻ, പപ്പു. ഇവയിൽ വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ടത് ഏതെന്നാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരം ആകാശമിഠായി എന്നതാണ്. ആകാശമിഠായിയാണ് ബഷീറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതി. അടുത്തതായി പ്രവർത്തനം 6 വിവരണമാണ്. ചോദ്യം നോക്കാം. ചോദ്യമാണ്. വീട്ടിലോ വിദ്യാലയത്തിലോ യാത്രക്കിടയിലോ നിങ്ങൾ മനോഹരമായ പൂന്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടാകും. പല നിറങ്ങളിലുള്ള പൂക്കളും ശലഭങ്ങളും കിളികളുമൊക്കെ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടാകാം.
നിങ്ങൾ കണ്ട ഒരു പൂന്തോട്ടത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കൂ എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പൂന്തോട്ടത്തെ പറ്റി എഴുതുകയാണ് വേണ്ടത്. നമ്മളവിടെ കണ്ടിട്ടുള്ള പൂക്കളുടെയും അതോടൊപ്പം തന്നെ ചിത്രശലഭങ്ങളെയും കിളികളെയും ഒക്കെ ചേർത്ത് നമ്മളവിടെ കണ്ട കാഴ്ച ഒരു വിവരണമായി തയ്യാറാക്കുകയാണ് വേണ്ടത്. നാം കണ്ട കാഴ്ച എഴുതുന്നതിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യവുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്കത് എഴുതാൻ സാധിക്കുന്നതാണ്. അടുത്ത ചോദ്യം, ഒരു നാട്ടുപൂവിൻ്റെ പേരെഴുതുക. ഇവിടെ ഡാലിയ, മുക്കുറ്റി, ഓർക്കിഡ് എന്നീ 3 ഓപ്ഷനുകളാണ് നൽകിയിട്ടുള്ളത്. ഒരു നാട്ടുപൂവ് എന്നത് മുക്കുറ്റിയാണ്. അപ്പോൾ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഈ വർഷത്തെ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ് നേരുന്നു. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വാട്സപ്പ് ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.